നുണ പറയുന്നവരാണോ നിങ്ങൾ? അതോ സത്യം മാത്രമേ പറയൂ? എന്തായാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് സംഭാഷണത്തിന്റെ ചില മര്യാദകളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം പറയാം, നുണ പറയുന്നത് തെറ്റാണ്. എനിക്കറിയില്ല. ചിലരോട് ചോദിക്കും, നുണ പറയാറുണ്ടോ? അപ്പോൾ ഒരു പറയും, ഇല്ല ഇല്ല, ഞാൻ നുണ പറയാറില്ല എന്ന് പറയും. ചിലർ പറയും, ഞാൻ സത്യം മാത്രമേ പറയൂ, സത്യമല്ലാതെ ഒന്നും പറയില്ല എന്ന് പറയും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ നുണ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സത്യം മാത്രം പറയുന്നവർ, സത്യം മാത്രമേ പറയൂ എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടവർ. കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് പലർക്കും മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും. കാരണം സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതായത് സംഭാഷണത്തിലെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്, ഒരു മര്യാദ എന്ന് പറയേണ്ടത്, സത്യങ്ങൾ പറയാം, പക്ഷേ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോ ചില നിലനിൽപ്പിന് വേണ്ടി നമ്മൾ നുണകൾ പറഞ്ഞാലും അത് എന്താണ്, അത് വലിയ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ സത്യം പറയേണ്ട സ്ഥലത്ത് സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുണ്ടെങ്കിൽ നമുക്ക് മൗനം പാലിച്ചുകൂടെ? പലയിടത്തും മൗനം നമ്മളെ രക്ഷിക്കും. പലയിടത്തും മൗനം ആട്ടിൻ സൂപ്പിന്റെ ബലം ചെയ്യുമെന്ന് പറയും. അതെന്താണെന്നറിയോ? അത് മൗനം പാലിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ പ്രശ്നം വഷളായി പോയി നല്ല ഇടി വാങ്ങിച്ച് പിടിക്കും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മൗനം പാലിച്ചാൽ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് കേട്ടിട്ടില്ലേ? അത് മൗനം പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ശാന്തത അനുഭവപ്പെടും. പക്ഷെ നമ്മൾ മൗനം പാലിക്കുന്നത് വഴി വലിയ തെറ്റാണ് അവിടെ നടക്കുന്നതെങ്കിൽ അവിടെ മൗനം ഖണ്ഡിക്കേണ്ടി വരും. അവിടെ മൗനം പാലിക്കരുത്. പക്ഷെ നമ്മൾ മൗനം പാലിക്കുന്നത് വഴി ഒരു ജീവിതം രക്ഷപ്പെട്ടു പോവുകയാണ്, അല്ലെങ്കിൽ ഒരാൾ രക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ലതെന്തെങ്കിലും ഉണ്ടാവുകയാണ് എങ്കിൽ ആ മൗനം നല്ലതായിരിക്കും. അപ്പോ ഈ സംഭാഷണം ചറപറ സംസാരിക്കുന്നതല്ല. സംഭാഷണത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ന്യായാധിപനാകാൻ കഴിയില്ല. സത്യസന്ധമായി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ഒരാളിനെ നമുക്ക് അതിനെ ഒരു ന്യായാധിപനായിട്ട് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. എപ്പോഴും എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരാൾ, കാരണം ഒരാൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടി അപ്പൊ തന്നെ കയറി സംസാരിക്കാം, മാക്സിമം എനിക്ക് സംസാരിക്കണം, മറ്റൊരാളുടെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കും, മറ്റൊരാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇയാൾ കയറി തുടങ്ങുക, മറ്റുള്ളവരുടെ അവസരത്തിൽ കയറി സംസാരിക്കുക. ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ചിന്തിച്ചു നോക്കി, നമ്മളെ ചുറ്റിലുമുള്ളവരെ നോക്കിയാൽ മനസ്സിലാവും, അങ്ങനെയുള്ളവർക്ക് ഒരു നിഷ്പക്ഷമായ നിലപാടുകൾ ഇല്ലാത്തവരായിരിക്കും അവരൊക്കെ. അവര് വായി തോന്നിയതെല്ലാം അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ ആരും ഒരു മധ്യസ്ഥതയ്ക്കോ അല്ലെങ്കിൽ ഒരു ന്യായാധിപനായിട്ടോ വിളിക്കില്ല. കുറച്ച് സംസാരിക്കുന്നവൻ കൂടുതൽ കേൾക്കുന്നവൻ, അവനായിരിക്കും കൂടുതൽ അറിവും കൂടുതൽ നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ കഴിവുള്ളവൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയോ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഈ ചെറുതായി സംസാരിക്കുന്നവൻ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അയാളെ ആയിരിക്കും ന്യായാധിപനായി എല്ലാവരും തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ചില സംഭാഷണങ്ങൾ കണ്ടിട്ടുണ്ട്, ചില കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അറിവില്ലാതെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ പണി പാളാറുണ്ട്. അതായത് എതിരെ നിൽക്കുന്നവന്റെ അറിവ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാവണം എന്ന് പറയുന്നത്. മറ്റുള്ളവന്റെ അവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അയാളുടെ സംസാരത്തിലൂടെ മനസ്സിലാവും. അല്ലെ നമ്മൾ ചാടിക്കയറി നമ്മൾ എന്താണെന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വില അവിടെ ഇടിയുകയാണ്. തിരിച്ച് അയാൾ എന്താണോ സംസാരിക്കുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് തിരിച്ച് സംസാരിക്കാൻ സാധിക്കും. പിന്നെ ചിലരുടെ സംസാരത്തിനിടയിൽ നല്ലൊരു വാക്ക് തർക്കമുണ്ടായി നല്ല വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർ ഉടൻ തന്നെ കയറി തെറി വിളിക്കുകയാണ്. പിന്നെ തെറി അഭിഷേകം അങ്ങ് പൊക്കോണ്ടേയിരിക്കും. എന്തിനാണ് ഈ തെറി വിളിക്കുന്നത് എന്നറിയാം? തെറി വിളിക്കുന്നത് വേറൊന്നിനുമല്ല, അയാളുടെ കയ്യിൽ അയാളുടെ ആവനാഴിയിലെ അമ്പൊക്കെ തീർന്നു, ഇനി
തെറി മാത്രമേ ഉള്ളൂ, അല്ലാതെ അറിവ് കുറവാണ്. ഉള്ള അറിവൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി, ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തെറി വിളിച്ചിട്ട് എതിരെയുള്ള ആളിനെ ഒതുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, സംഭാഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളാണ്. ഏറ്റവും നല്ലൊരു കേൾവിക്കാരനാകുക, അതുപോലെ തന്നെ നമ്മൾ മൃദുവായി സംസാരിക്കുക. സംഭാഷണത്തിൽ എന്താണ്, ചില സമയങ്ങളിൽ തല്ലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഭാഷണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ മൗനം പാലിക്കാൻ ശ്രമിക്കുക, ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടാൻ ശ്രമിക്കുക. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.